അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ കെട്ടിയവൻ എന്നെ മേക്കപ്പ് ചെയ്യുമ്പോ ഞാൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യണോട്ടാ, അതൊക്കെ ചെയ്യണം. ഹെയർ ചെയ്യണം, ഫേസ് ചെയ്യണം, മൊത്തത്തിൽ അവസാനം ഫോട്ടോഷൂട്ട് ഉണ്ട്. നമുക്കൊരു ഫോട്ടോഷൂട്ട് ആയാലോ? അവസാനം ചെയ്യുമ്പോ സെറ്റ് അടിക്കണം. നോക്കാം, ഇതിൽ 10 സാരം എന്താന്ന് പോലെ അവൻ അറിയില്ല. ഓക്കെ, ഇതിൽ പറ എന്താണ് ഇതിനെ പറ്റി. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഓക്കെ, അപ്പൊ നോക്കാം ലാസ്റ്റ് എന്താ എന്റെ കലാവിധി ഞാൻ കാണിക്കാം. നോക്കാം ഗൈസ്. One eternity later. 1,000,000 zillion jillion dillion cotillion times later. നല്ല ഭംഗിയുണ്ടാവും. എന്താ എന്റെ അവസ്ഥ? നീ ഇടയ്ക്കിടെ കണ്ണാടി നോക്കണത് ലാസ്റ്റ് നോക്കിയാതെ. കുറെ നേരം ഇരുന്ന സ്ഥലത്തൊന്ന് പൂളിലൊക്കെ നോക്കുന്നു. അങ്ങനെ ഇരിക്കും അവിടെ കണ്ടുപിടിച്ച്. മൈക്ക് എടുക്കാൻ പറഞ്ഞിട്ടല്ലോ ഞാൻ. ഇത് അവസാനം ഇതെല്ലാം ഉണങ്ങും, അതിലുണ്ടാവും 100 പ്രാവശ്യം എണീറ്റ്. നീ പ്രോപ്പറായിട്ട് കാര്യങ്ങളെ എന്താ ചെയ്യണേ? ഇതെന്താ സാധനം എന്നറിയോ? ഫൗണ്ടേഷൻ. പിരിയത്തുമ്പൊക്കെ വെച്ചേക്കണ്ടോ? സ്ലോ ആയിട്ടേ ഉള്ളൂ. മേക്കപ്പ്മാർ വർത്താനം പറയില്ലേ? മേക്കപ്പ്മാർ വർത്താനം പറയും. പ്രൊഫഷണല് വർത്താനൊക്കെ പറയും. കോമഡി ഒക്കെ ചെയ്യണം ബ്യൂട്ടീഷ്യൻസിന്. ഞാൻ ആ ടൈപ്പ് അല്ല. മിണ്ട് പാട്ട് പാടും. കണ്ണിന് പാളി ഫൗണ്ടേഷൻ ഇടും. അതൊക്കെ ആവശ്യമുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുക. കൺസീലർ എവിടെയാ? അതും എല്ലായിടത്തും വെതറി കൊടുക്കും. ഞാൻ കുറച്ച് വെച്ചിട്ട് കൺസീലർ എന്തിനാ യൂസ് ചെയ്യണമെന്നറിയാം? എന്തിനാ കൺസീൽ ചെയ്യാൻ? എന്നാ പട്ടി സ്മൂന്ന് ഗൈസ്. മിണ്ടാണ്ടിരിക്കുക, അപ്പൊ ശരിയാവും. പല്ലുമൊക്കെ തേക്കുമോ? വേനെടുക്കണം മനുഷ്യന്. ഈ മേക്കപ്പ് മാൻ്റെ അടുത്ത് ആരും വരരുത് ഗൈസ്. ഇവൻ നമ്മളെ ഞെക്കി കൊല്ലും. ഒരു മയമില്ലാത്ത മേക്കപ്പ്. ഇതിന്റെ മുഖത്താണ് ചെയ്യണത്, അല്ലാതെ ചുമരുമ്പല്ല. അങ്ങ് അമർത്തി അങ്ങ് പിടിച്ച് തേക്കുക. നിങ്ങളെ എന്താ മോനില്ലല്ലോ? മോനില്ലാത്തത് വെച്ച് എഴുതണം. അതാണ് പയ്യേട്ട എന്റെ തൊരാശ്വസിക പോലെ കേട്ടോ. മോനെ ഇല്ലാതെ തന്നെ എനിക്ക് പറ്റില്ല. കുറച്ചെഴുത രാക്ഷസി പോലെട്ടോ. സത്യായിട്ടോട്ടാ അതെല്ലാം ലുക്കാണെന്ന് നീ ഞെട്ട്. ഇത് കുഞ്ഞു പിള്ളേർക്ക് കള്ളും പിരി എഴുതിയ പോലെ ഉണ്ടാവുന്നല്ലേ. കണ്ണാടി പോയിക്കോട്ടെ, പേടിയാണ്. ആ ബ്രഷ് ചെയ്ത
ഇങ്ങനെയുണ്ട് കൈ എനിക്ക് എന്നെ കാണാൻ പറ്റാത്തത് കൊണ്ട് നല്ല ടെൻഷനുണ്ട്. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ. അങ്ങനെ മാറിക്കടോ. കണ്ണെഴുതിയവന് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലോ പൊന്നുവിനെ കുറെ കണ്ണെഴുതി നശിപ്പിച്ചിട്ടുണ്ട്. വല്ലതും പറ. പാട്ട് പാടുമല്ലോ, പ്രേക്ഷകർക്ക് ബോറടിക്കും. പാട്ട് പാടും. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ഞാനും നിന്റെ ആളും ഓ പാടണ്ട, മര്യാദക്ക് പാടാൻ പറ്റും. കപ്പലുണ്ടാക്കി കപ്പലിലാണ് ആ കുപ്പായി കോളായി. നല്ല രസമുണ്ടാവും മരിച്ച ഫൗണ്ടേഷൻ പോലെ കൂടെ. ആ കുഴപ്പമില്ല. ഇപ്പോഴത്തെ ദേവറ കൂടാക്കിയവരെ ഡിസൈനർ. ഇരിയണ കൊറേ തെച്ചാ കണ്ണ് നീറിട്ട് വയ്യ. ഭയങ്കര കട്ടിയിലിട്ട് കണ്ണ് നീറും. കണ്ണ് നീറുന്ന് ഭയങ്കര കട്ടിയിലിട്ടാ ഊത്. ഓ വായനാറ്റം. കഴിഞ്ഞ ഉണ്ടാവല്ലോ. ിക്കളിയാവണ് ഇപ്പം മിണ്ടാണ്ടിക്ക് അടുത്തേക്കിട്ടത്. പിന്നെ നീ ഒന്നും സ്വന്തം ചെയ്യില്ല. പയ്യെ വരക്കില്ല, കുറച്ച് ഹാർഡായിട്ട് വരയ്ക്കും. പക്ഷെ ഇത് ഷേപ്പ് കിട്ടണമെങ്കിൽ പയ്യെ വരയ്ക്കാൻ പറ്റില്ലല്ലോ. ആടെ വെച്ച് ശരിയാവില്ലല്ലോ ഷേപ്പ്. കണ്ണിന്റെ വെള്ളമൊന്നും ഇട്ടില്ലല്ലോ. ബ്ലഷ് ഇട്ടില്ലല്ലോ. ബ്ലഷ് ഇടാൻ ബ്ലഷ് വേണ്ടേ? ഒക്കെ ലിപ്സ്റ്റിക് വെച്ച് ഞാൻ ഇടാറ്. അതിനുള്ള വെറൈറ്റി കളേഴ്സ് ഒക്കെ ഞാൻ അങ്ങനെ ഇതൊന്നും ഇടാറില്ല ഗൈസ്. വളരെ റയർലി ഐ യൂസ് ലിപ്സ്റ്റിക്ക്. ഓവറായിട്ട് തോന്നുന്നുണ്ട് അത്. ലിപ്സ്റ്റിക് കഴിഞ്ഞാൽ മേക്ക് പിന്നെ എന്താണ് മേക്ക് പൊട്ട് പൊട്ട് അടിയിൽ കണ്ണെഴുതുണ്ടോ? ഐലാഷസ് വളക്കുണ്ട്. പൊട്ടിക്കാൻ പൊട്ടിലാണ് പുട്ടന്വേഷിച്ചു പോവോ? കോമഡി ഒരുമാതിരി കോമഡി ഉണ്ട്. ഹെയർ ഒന്നും എനിക്കറിയില്ല. ഭ്രാന്തത്തിയോ?
വകച്ചിലൊന്നും എടുക്കണല്ലേ? വകച്ചിലൊന്നും എടുക്കണല്ലേ? വകച്ചിലൊന്നും വേണ്ട. ചേടാ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല നടക്കോ? എന്താ മേക്കപ്പ് ആർട്ടിസ്റ്റ് കാണിക്കുന്നത്? സ്റ്റൈലല്ലേ ഇതൊക്കെ പുതിയ ഫാഷൻ. ഞാൻ കണ്ണാടി നോക്കുമ്പോ ഞാൻ ബോധം കെട്ട് വീഴോ? ആംബുലൻസ് വിളിക്കണേ. ആംബുലൻസ് നമ്പർ എത്ര അറിയോ? അയച്ചിടണം മടി. കെട്ടണല്ലോ പണി കഴിഞ്ഞിട്ട്. ട്രഡീഷണൽ ഡ്രസ്സിന് ആൾക്കാർ അയച്ചിടോ? ഓക്കെ കഴിഞ്ഞോ? വരുത്തി വയ്ക്കാൻ കഴിഞ്ഞ പകുതി സാധനവും കൊണ്ടുവന്നില്ലേ? എന്നെങ്ങാണ്ടും കൊണ്ട് കളഞ്ഞു. കഴിഞ്ഞു ഗൈസ്. ഞാൻ നോക്കട്ടെ, ആദ്യം ഞാൻ നോക്കട്ടെ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ക്ലോസപ്പ് വ്യൂ. ഞാൻ ക്ലോസപ്പ് ആയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ക്ലോസറ്റ് പോലെ ഉണ്ടാവല്ലേ? ഇതാണ് എന്റെ മേക്കപ്പ്. എന്തിട്ട് കുഴപ്പം? കിടിലല്ലേ കിടില. ഇതൊക്കെയാണ് ഫാഷൻ. കല്യാണത്തിനൊക്കെ നിങ്ങള് മേക്കപ്പ് ചെയ്യാൻ പോയത് ഇതെന്തത്? കണ്ണിന്റെ മേലെ കൂടെ കറുത്ത കളറ്. എന്റെ കുഴപ്പമില്ല. പിന്നെ തില്ല കുഴപ്പമില്ല. ഇട് മാലിട്. ഇതുപോലെ ആരും ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിൽ വിശ്വസിച്ച് തല വെച്ച് കൊടുക്കരുത്. കണ്ണ് നോക്കി കാണുന്നുണ്ടോ നിങ്ങൾ? എന്താ കക്കിരി പിക്കിരി ആയിട്ട് എങ്ങനെ ഇടാൻ പറ്റുന്നില്ല? മാലോട് പറഞ്ഞാൽ മതി. ഇടൂ തീർന്നാ ഇപ്പൊ ഇടും. എന്താ കല്യാണം മുടിയായാലും നീ ചേറിന്റെ ഇടയിൽ ചെറുക്കിയേക്കോ? പിന്നെ എങ്ങനെ ഞാൻ എടുക്കണേ? വരും. ശരിയായില്ലേ? ഇതൊക്കെ ഇടാനറിയണം. മനസ്സിലായ? ഊരാൻ മാത്രം അറിഞ്ഞാ പോരെ. ഇതൊക്കെ ഇടാനറിയണം. മനസ്സിലായ? ഊരാൻ മാത്രം അറിഞ്ഞാ പോരെ. നടപടിയാവോ സാർ? ഓക്കെ. അയ്യോ മതി. ഇതുകൊണ്ട് തന്നെ ഞാൻ തൃപ്തിപ്പെട്ടു. ഒരു കപ്പല് വേണ്ട. ആ വീഡിയോ വിളിച്ച് എങ്ങനെ ചെയ്യണ്ട? അത് ഓഫ് ചെയ്ത് ഓഫ് ചെയ്താ ഇങ്ങനെ ആണ് ഗൈസ് എന്റെ കോലം. ഇവ ലൈറ്റൊക്കെ അടിച്ച് പൊട്ടി നോക്ക്. എന്റെ പൊട്ടി നോക്ക് നിങ്ങളത്. 1.5 വർഷത്തേക്കുള്ള പൊട്ടി ഫേസിലുണ്ട്. മുടി ഇങ്ങനെ അയച്ചു കുറച്ചുകൂടി വൃത്തിയിടുണ്ടെന്ന് തോന്നുന്നു. മുടി കെട്ടി വയ്ക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബെറ്റർ അല്ലേ കുഞ്ഞ? ആരാ ചെയ്തത്? മുടി കെട്ടി വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. ഈ മാല ആവശ്യമില്ല. ഇത് ഊരട്ടെ ഞാൻ. അത് ഇവൻ്റെ ഇതിൽ ഫോട്ടോഷൂട്ട് എടുക്കാം. എൻ്റെ ഫുൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനിതിനൊന്ന് ഇമ്പ്രവൈസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഞാൻ ആദ്യം തന്നെ മാല അയച്ച് മാറ്റി. നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. എനിക്കെന്തോ ഭയങ്കര പൊട്ടിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാനിതിന് ഇമ്പ്രവൈസ് ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ ഫസ്റ്റ് മാറ്റും. ഇങ്ങനെ ഇടുമ്പോൾ രസമില്ല. പോണിറ്റെയിൽ ഇടുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്.
നിങ്ങൾ പറയണം കേട്ടോ ഫോൾട്ടയിലോ ഭംഗിയുണ്ടോന്ന്. ഓക്കെ, ഇങ്ങനെ പോലെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇനി നമ്മളിങ്ങനെ സെൻറ്റർ വകച്ചിലെടുത്തിട്ട് മുടി ഇങ്ങനെ ഒന്ന് കുളിപ്പിന്നലിട്ട് കഴിഞ്ഞാൽ യുനോ എങ്ങനെയുണ്ട്? ഇടുമ്പോൾ കുറച്ചും വൃത്തിയായിട്ടൊക്കെ എനിക്ക് ഫ്രണ്ട് ക്യാമറ തോന്നുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ കണ്ണാടി നോക്കട്ടെ കേട്ടോ ഗൈസ്. കേട്ടാ ഞാൻ ഇത്രയും പൊട്ടിയിടാത്തത് കൊണ്ടും എനിക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കാം മേ ബി. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക്. വലിയ ലിപ്സ്റ്റിക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് മാൻ എങ്ങനെയുണ്ടമ്മ മേക്കപ്പ്? സൂപ്പർ. നീ മേക്കപ്പ് ചെയ്യുന്നതിൽ നന്നായി. ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ശരിക്കും ഭയങ്കര പൊട്ടേട്ട തോന്നണേ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ചുട്ടപ്പ സൂപ്പറാണോ? ആ ചുട്ടപ്പൻ എന്റെ പൊട്ട് കണ്ട് മാന്താണ്ട് പൊട്ട് കളഞ്ഞു. ആണോ? നമുക്ക് പ്രൊഫഷൻ മാറ്റിയാല. പൊട്ട് പോയി. ഇത് പ്രൊഫഷൻ മാറ്റിയാല. ഇങ്ങോട്ട് വാ. മേക്കപ്പ് മാൻ വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടും തോന്നുന്നു. മേക്കപ്പ് മാൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് എൻ്റെ മുഖത്ത്. പിന്നെ സാധനങ്ങളൊന്നും ഇല്ല, അരി ഇല്ലാണ്ട് കഞ്ഞി വെക്കാൻ പറഞ്ഞ അവസ്ഥയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ എൻ്റെ അധികം സാധനങ്ങളൊന്നും ആകെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടോ, ലിപ്സ്റ്റിക് ഉണ്ട്. ചേച്ചിട്ട് ഞാൻ എന്തോരം ചെയ്യും? ലിപ്സ്റ്റിക് 2-3 ഞാനൊരു പ്രൊഫഷണൽ ആയതുകൊണ്ട് എനിക്ക് കുറെ സാധനം വേണം. അപ്പം അങ്ങനെ. അപ്പം ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.